വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡൻറ്റ് ശ്രീ ജോൺ മത്തായിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഏതാണ്ടൊരു 45ഓളം രാജ്യങ്ങളിൽ വിവിധ പ്രൊവിൻസുകളിലായിട്ട് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. മാറി വരുന്ന സാഹചര്യത്തിൽ മലയാളികൾ കൂടുതൽ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വർദ്ധിച്ചു വരുന്ന റിലവൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു മലയാളികളുടെ ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാളികളും തമ്മിലുള്ള വലിയൊരു നെറ്റ്വർക്കാണ്. ഇതിൻ്റെ പ്രയോജനം എല്ലാ പ്രൊജക്റ്റുകളും ഞങ്ങൾ ചെയ്യുന്ന കേരളത്തിലാണ്. ഇതിൻ്റെ പ്രയോജനമെന്ന് പറയുന്നത് മലയാളികൾക്ക് അവരുടെ ഉന്നമനം എങ്ങനെ, മലയാളികളുടെ ഉന്നമനം വിദേശത്ത് ഞാൻ വിദേശത്തായി ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വിദേശത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം, കേരളത്തിൽ എങ്ങനെ കൊണ്ടുപോയി നമുക്കത് പ്രാക്ടിക്കലായിട്ട് കേരളത്തിനെ എങ്ങനെ വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടുപോകാം. അതുപോലെ നമ്മുടെ ഓരോ വ്യക്തികളും ഒരു വീട്ടിൽ എന്തായാലും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊരു ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ജർമ്മനിയിൽ വേണം. നമുക്ക് ജർമ്മനിയിൽ പ്രൊവിൻസ് ഉണ്ട്, അവിടെ എന്തെങ്കിലും കാരണവശാൽ ഒരു അഡ്മിഷൻ്റെ കാര്യം അതിൻ്റെ സുതാര്യതയെപ്പറ്റി ചെക്ക് ചെയ്യാനും അവർക്കൊരു അഡ്മിഷൻ എടുത്ത് കൊടുക്കണതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേൾഡ് മലയാളി കൗൺസിലെ മാത്രമേ ഇന്ന് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. വേൾഡ് മലയാളി കൗൺസിൽ ലോകത്തെല്ലായിടത്തും പ്രൊവിൻസുകളുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ബിസിനസ് ഫോറമുണ്ട്. കേരളത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കേരളത്തിലുള്ള ബിസിനസ്സുകാരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ WMC ഉപയോഗിക്കാം. അതുപോലെ മെഡിക്കൽ ഫോറം, നമുക്ക് ഏതാണ്ട് 45-46 ഡോക്ടർമാർ ഞങ്ങളുടെ മെഡിക്കൽ ഫോറത്തിലുണ്ട്. കേരളത്തിലുള്ള ഒരാൾക്ക് വിദഗ്ധമായ ചികിത്സയ്ക്ക് പോകണം, അതിനും വേൾഡ് മലയാളി കൗൺസിലിന് നമുക്ക് കൃത്യമായ രീതിയിലുള്ള പ്ലാനും പദ്ധതിയുമുണ്ട്, സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങൾ നവകേരളം എന്ന് പറഞ്ഞ ആ ഒരു ഗവൺമെൻറ് നടപ്പാക്കിയ നവകേരളം എന്ന് പറയുന്നത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു. നമ്മുടെ ഒരു ആശയമാണ് നവകേരളം. അതാണ് കഴിഞ്ഞ ഗവൺമെൻറ് നവകേരളം അനൗൺസ് ചെയ്ത് നടത്തുക. അതിന് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ ദത്തെടുക്കുക. നമ്മളിപ്പം വിദേശത്ത് കാണുന്ന ഒരു ഗ്രാമത്തിനെ എങ്ങനെ നമുക്ക് കേരളത്തിൽ സെറ്റ് ചെയ്തെടുക്കാം, അത് മോഡൽ ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. നദികളുടെ ശുദ്ധീകരണം, ക്ലീൻ കേരള പ്രൊജക്റ്റ്, ഇതെല്ലാമാണ് വേൾഡ് മലയാളി കൗൺസിൽ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഒരു കേരളത്തിൻ്റെ അംബാസഡേഴ്സായിട്ടാണ് ലോകത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നമ്മൾക്ക് അറിവുണ്ടെങ്കിലേ നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും. നമുക്ക് കിട്ടുന്ന അറിവ്, വിദഗ്ധമായി കിട്ടുന്ന സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം കേരളത്തിന് ഗുണപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബൈനിയൽ കോൺഫറൻസിലും നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകളുണ്ടാവും. ഇതിനെപ്പറ്റിയുള്ള എങ്ങനെ നമ്മൾ കേരളത്തിന് വികസനത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്, അതിൻ്റെ വികസനവുമായിട്ട് ബിസിനസ്സുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ചർച്ച. കേരളത്തിൻ്റെ ഒരു സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ ഐക്യമാണ്. പക്ഷേ പലതരത്തിലുമുള്ള ഭിന്നിപ്പുകൾ പലതരത്തിലുമുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ അത് രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളുടെയൊക്കെ പേരിലാകാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ 45 രാജ്യങ്ങളിലുമുള്ള മലയാളികളെ ഒന്നിച്ച് നിർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു അധ്വാനമാണോ? തീർച്ചയായിട്ടും ശ്രമകരമാണ്. അതിനാണ് ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ്. ഞങ്ങളെപ്പോലുള്ളവരെല്ലാം എല്ലാവരെയും കേൾക്കുന്നു. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ നമ്മൾ കേൾക്കുക എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. കേൾക്കുക, അവരെ ഉൾക്കൊള്ളുക, അവരെ കൂടെ നമ്മുടെ കൂടെ കൊണ്ടുപോവുക. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു കടലിൽ പോയി ഒരു വല വീശിയാൽ കിട്ടുന്ന മത്സ്യങ്ങളെല്ലാം പല സൈസ് മത്സ്യങ്ങളാണ്. പക്ഷേ ഇതിനെയെല്ലാം നമ്മൾ, ഈ മനുഷ്യരെ എല്ലാവരെയും നമ്മൾ പഠിച്ച് അതിൻ്റെ ഗുണങ്ങളുള്ളതിനെ നമ്മൾ വേർതിരിച്ച് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് അവരെ ഇതിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് പോകലാണ് വേൾഡ് മലയാളി കൗൺസിൽ. NTV UAE to the world.